ഹലോ മൈ ഫ്രണ്ട്സ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് ജീവിതശൈലീ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ബി.പി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ എന്നിവ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. ബി.പി എന്ന് പറയുന്നത് ബി.പിയും ഡയബറ്റീസും ഒക്കെ നിശബ്ദ കൊലയാളികളാണെന്നാണ് പറയുന്നത്. നമ്മൾ അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് നമ്മുടെ അവയവങ്ങളെയെല്ലാം ബാധിച്ച് അസുഖം കൂടുതലാകും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഡയബറ്റീസ് കൂടുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ്. കേരളീയരുടെ പ്രധാന ആഹാരം അരിയാഹാരമാണ്. അരിയാഹാരത്തിലാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത്. പിന്നെ എല്ലാവരും ഇപ്പോൾ പറയും ചോറുണ്ണുന്നില്ല, ഞങ്ങൾ ഗോതമ്പ് ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന്. പക്ഷേ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഗോതമ്പിലും കാർബോഹൈഡ്രേറ്റ് അരിയുടെ കൂട്ട് തന്നെ ഏകദേശം ഉണ്ട്. അതുകൊണ്ടും വലിയ പ്രയോജനമില്ല. നമ്മളതുകൊണ്ട് ഓട്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. അത് 3 തരത്തിലുള്ള ഓട്സ് ഉണ്ട്. ക്വയ്ക്കർ ഓട്സ്, റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്. അതിലേറ്റവും നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഡയബറ്റീസുകാർക്ക് നല്ലത്. അത് ദഹനത്തിന് വളരെ താമസിച്ചേ ദഹിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടത്തില്ല, കുറച്ചേ കൂടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അത് സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓൺലൈൻ വഴിയേ വാങ്ങിക്കാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ഇത് റോഡ് ഓട്സ് ആണ്. ഗോതമ്പ് നുറുക്ക് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ഇത് 2 കിലോയുടേതാണെന്ന് തോന്നുന്നു. ഇത് വളരെയേറെ പ്രമേഹമുള്ളവർക്കും ബ്ലഡ് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെയേറെ നല്ലതാണ്. സാധാരണ പ്രമേഹമുള്ളവർ പറയും, ഞങ്ങൾ ചോറ് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, പകരം ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന് പറയും. പക്ഷേ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഗോതമ്പിനും അരിക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. അപ്പോൾ ഗോതമ്പ് കഴിച്ചതുകൊണ്ടും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, എക്സർസൈസ് ചെയ്യുക. ഞാൻ 10 വർഷമായി കാര്യമായ മരുന്നൊന്നും തന്നെ കഴിക്കാതെ ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണ്.